ഹലോ, ഞാനിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിഷു സ്പെഷ്യലാണ്. വിഷുവിൻ്റെ തലേ ദിവസമാണ്. വിഷു ആകുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പം എന്തായാലും ഉണ്ടാക്കണമല്ലോ. ഉണ്ണിയപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട് വിഷുവിന് ഇപ്രാവശ്യം പുതിയൊരു ടൈപ്പ് ഉണ്ണിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പച്ചരി കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ കൂടെ ചെറുപഴവും ഏലക്കയും കൂടെ അരച്ചെടുത്തതാണിത്. ഇല്ലെങ്കിൽ ഞാൻ പൊടി വാങ്ങിച്ചിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഇന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഇതൊരു വീഡിയോയിൽ കണ്ടതാണ്. ശർക്കര പാനീയം ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വയ്ക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ഉണ്ടാക്കണം. തേങ്ങ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നെയ്യിൽ വറുത്തെടുത്ത് പിന്നെ അതിനകത്ത് ഈ കൂട്ടിനകത്ത് നമ്മൾ എള്ളും ചേർത്തിട്ടുണ്ട്. എള്ളും ചേർക്കുക. പിന്നെ ഞാൻ ഇപ്രാവശ്യം നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ഏലക്കാപ്പൊടിയും റവയൊക്കെ ചേർക്കുന്നവരുണ്ട്. റവ മൈദയൊക്കെ ചേർക്കുന്നുണ്ട്. ഞാൻ ഇപ്രാവശ്യം ഒന്നും ചേർത്തിട്ടില്ല. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ കാരയിലാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. നെയ്യിലാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ നെയ്യിൽ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. നെയ്യിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുകയല്ലേ, അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. നെയ്യിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ അധികം കൂട്ടിൽ നെയ്യ് ചേർത്തില്ല. തേങ്ങ വറുത്ത് ആ നെയ്യ് മാത്രമേ ഒഴിച്ചുള്ളൂ. ഇല്ലെങ്കിൽ നെയ്യ് ഞാൻ നല്ലോണം ചേർക്കാറുണ്ട്. നെയ്യിലുണ്ടാക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അടിയിൽ പിടിക്കുന്നൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ അമ്പലത്തിലൊക്കെ കിട്ടുന്ന ആ ഒരു ടൈപ്പ്. ഇനി നമുക്ക് കണിക്കുള്ള ഒരുക്കം തുടങ്ങാം. എല്ലാവരും കിടന്നുറങ്ങി, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നല്ല ഉറക്കവും വരുന്നുണ്ട്. രാത്രി 1 മണി 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫുൾ ഓട്ടോ ആയിരുന്നു. ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയ്ക്ക് എവിടെയും നിൽക്കാനൊന്നും പറ്റില്ല. നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ കണിയെല്ലാം ആകുമ്പോഴത്തേക്കും നേരം വെളുക്കാറാവും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കണി ഒരുക്കുന്ന വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഞാൻ ഓരോ വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനെ ഇപ്രാവശ്യം കണി ഒരുക്കുന്നത്. നമുക്കിവിടെ UAE കണിക്കൊന്ന കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് നല്ലപോലെ ഞാനൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം പാക്കറ്റിൽ വരുന്നതാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് ഞാൻ കണി ഒരുക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്കന്നെ ഒരു സമയമായി. പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് 1 മണിക്കൂറോ 2 മണിക്കൂറോ അത്രേ കിട്ടിയുള്ളൂ കേട്ടോ ഉറങ്ങാനായിട്ട്. നല്ല ക്ഷീണമുണ്ട്. പക്ഷേ എണീച്ച് സമയം എത്രയായി എന്നറിയില്ല. പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും 3:30 ആയി. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ട് എല്ലാവരെയും വിളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു. നാട്ടിലാണെങ്കിൽ അമ്മമാരാണല്ലോ ഒരുക്കുക കണി. അമ്മയൊക്കെ ഒരുപാട് സമയം വൈകിട്ട് കണിയൊക്കെ ഒരുക്കിയിട്ട് ഉറങ്ങുന്നത് കാണാം. അന്നത്തെ ദിവസം ഉറങ്ങാറേ ഇല്ല. നാട്ടിലാണെങ്കിൽ പടക്കമൊക്കെ പൊട്ടിച്ച് ഭയങ്കര രസമാണ്. തലേദിവസവും പിന്നെ കൈനീട്ടം വാങ്ങിക്കാൻ വേണ്ടി ഓരോ വീട്ടിലേക്ക് പോവുക, ബന്ധുക്കളെടുത്ത് പോവുക, പിന്നെ പടക്കം പൊട്ടിക്കുക. രാത്രിയിലും പൊട്ടിക്കും. പിന്നെ പുലർച്ചെ കണി കണ്ട് എഴുന്നേറ്റിട്ട് പടക്കം പൊട്ടിക്കുക. അതൊന്നുമില്ല. നാട്ടിൽ കുറേ ആയി വിഷു ആഘോഷിച്ചിട്ട്. നമ്മുടെ വിഷു എപ്പോഴും UAE ഷാർജയിൽ തന്നെയാണ്. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം നാട്ടിൽ വിഷുവിന് പോകണമെന്നുണ്ട്. കുട്ടികൾ ഇതുവരെ നാട്ടിൽ വിഷു ആഘോഷിച്ചിട്ടില്ല. നമ്മുടെ പുതിയ വീട്ടിലും ഇതുവരെ ഞങ്ങൾ വിഷു ആഘോഷിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമായിരിക്കും. കുട്ടികൾക്ക് ആ പടക്കം പൊട്ടിച്ച അങ്ങനെയുള്ള ആഘോഷമൊന്നും അറിയില്ല. അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ ഷാർജയിൽ സ്കൂൾ തുറക്കുന്നത് ഏപ്രിൽ ആയതുകൊണ്ട് എപ്പോഴും നമുക്ക് നാട്ടിൽ ആ സമയത്ത് പോകാൻ പറ്റാറില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഉണ്ട്. പിന്നെ എല്ലാവരെയും വിളിച്ച് കണി കാണിപ്പിച്ചു.
നല്ല ഉറക്കത്തിലാണ് ആൾ. എന്നിട്ട് ഞാൻ കുളിക്കാൻ പറഞ്ഞിട്ട് ഡാൻസ് വീഡിയോ ഒക്കെ എടുത്തു ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ അവൾ പോയി കിടന്നുറങ്ങി. പിന്നെ ഞാനും കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടോ. നല്ല ഉറക്കമുണ്ടായിരുന്നു. കുറച്ച് നേരം ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ സദ്യ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഞാനും കുറച്ച് നേരം പോയി കിടന്നുറങ്ങി. പിന്നെ എഴുന്നേറ്റു. ഇതേ സദ്യയുടെ വട്ടങ്ങളൊക്കെ തുടങ്ങി. കഷ്ണങ്ങളൊക്കെ ഹസ്ബൻഡ് മുറിച്ച് തന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി. പിന്നെ ഉണ്ടാക്കേണ്ടത് പായസമായിരുന്നു. പായസം പിന്നെ മിക്സ് ആയതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ചോറ് അടുപ്പത്തുണ്ട്. അങ്ങനെ എന്താ പറയുക, പെട്ടെന്ന് സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാ സദ്യയും കറികളൊക്കെ ഉണ്ടാക്കി വെച്ചു. പുളിയിഞ്ചി അച്ചാറൊക്കെ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചു. അതുകൊണ്ട് അതിനുള്ള കുറച്ച് സമയം കൂടെ കിട്ടി. മോളിഷുണ്ട്. ഇത് പരിപ്പ് പ്രഥമൻ, അച്ചാറ്, പുളിയിഞ്ചി ഫ്രിഡ്ജിലുണ്ട്. ഇവിടെ ഒരാൾ മുണ്ടൊക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ടുണ്ട്. ആള് സിനിമയിൽ മുഴുകിയത് കൊണ്ട് മുഖത്ത് ഭയങ്കര ഗൗരവം. വിഷു പ്രമാണിച്ച് ഇവിടെ 2 പേര് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കാണിച്ചു തരാ. ഒളിച്ചിരിക്കണ്ട, കണ്ടുപിടിച്ചേ. റൂമിന്റെ അവസ്ഥ കണ്ട, കോലം വീഡിയോ ആണ്. അതല്ല ആദ്യത്തെ ഹാലിലെ ഇമാജിനേഷൻ പോയിരുന്നതായിരുന്നു. പൊടി വീണതുമായി എല്ലാം ഓൺ ചെയ്ത് നേരത്തെ. അപ്പോൾ ഇതാണ് കേട്ടോ ഫോട്ടോസൊക്കെ. നമ്മൾ അന്നേരം എടുത്ത ഫോട്ടോസാണ്. ഫോട്ടോസ് എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. 2 കവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് കൊന്ന പറിക്കാൻ കിട്ടാറുണ്ട്. ഇപ്രാവശ്യം നമുക്ക് ഇവിടുന്ന് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയാണ്. ഇവിടെ ഒരു പപ്പടം ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാറായി. വിശക്കുന്നുണ്ട്, നല്ല വിശപ്പുണ്ട്. രാവിലെ ഒന്നും കഴിച്ചില്ല. അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. വേഗം തുറക്കടാ, വിശക്കുന്നച്ചു. ആദ്യം ഭഗവാന് സദ്യ വിളമ്പാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാമെന്ന് വെച്ചിട്ട് ഭഗവാന് സദ്യ വിളമ്പാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സദ്യ കഴിപ്പുണ്ട്. അയ്യോ, ഇപ്രാവശ്യം നിലത്തിരുന്നാണ് സദ്യ കഴിക്കുന്നത്. അതുകൊണ്ട് എന്താവും എന്നറിയില്ല. സാരിയൊക്കെ ഉടുത്തിട്ട് നിലത്തിരുന്ന് സദ്യ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്താ ചെയ്യാന്നറിയില്ല, നോക്കാം. അപ്പോൾ സദ്യ വിളമ്പുന്നുണ്ട്. സദ്യ കഴിക്കുന്നു ഗൈസ്. മേശേന്റെ മുകളിൽ ഇട്ടിട്ടല്ലേ ഇന്ന് നിലത്തിരുന്ന് ഫുഡ് കഴിക്കണി. അപ്പൊ നാരങ്ങ വന്നു. സാമ്പാർ വന്നില്ല. സദ്യ കഴിക്കാൻ നോക്കിയപ്പോൾ സാരി ഉടുത്ത് പറ്റാത്തതുകൊണ്ട് ഞാൻ ഡ്രസ്സ് മാറ്റി. അപ്പോൾ എല്ലാവരും ഡ്രസ്സ് മാറ്റിട്ടോ. ഹസ്ബൻഡ് മാത്രം മാറ്റിയില്ല. അപ്പോൾ വിഷുവിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.